എന്നോട് പറഞ്ഞു സെയിം കാര്യങ്ങൾ തന്നെ, റൈറ്റ് സൈഡ് വീക്ക്നെസ് ആണ്, സംസാരിക്കില്ല. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ആള് പറഞ്ഞു രജിത പോയി കണ്ടോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ കൂടെയുള്ള ജൂനിയേഴ്സ് പറഞ്ഞു ഇല്ല, മറ്റു ഡോക്ടേഴ്സ് കണ്ടിട്ടില്ല, 11 o'clock ആവണം ബൈസ്റ്റാൻഡേഴ്സിനെ കാണിക്കാൻ. എനിക്ക് അറിഞ്ഞുകൂടാന്നു എന്തുകൊണ്ടാണ് ആ ഡോക്ടർ അങ്ങനെ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്തത്. ആൾ ഇങ്ങനെയാ പറഞ്ഞത്, അതിനെന്താ, രജിത കണ്ടതുകൊണ്ട് മറ്റു ഡോക്ടേഴ്സ് കാണുന്നതിന് അതൊരു തടസ്സമല്ല, രജിത ഒരു 5 മിനിറ്റേ കാണുള്ളൂ, കണ്ടിറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൈയുടെ ഉള്ളിൽ ഒരു തുള്ളിയോടിയും ആ തൈലം ബാക്കിയുണ്ട്. ഓടി ചെന്ന് ഞാൻ ആളുടെ ഈ തലയിലും കയ്യിലും തളർന്ന ഭാഗങ്ങളിലൊക്കെ പുരട്ടി. അവിടുത്തെ നഴ്സസും ഒരുപാട് ഹെൽപ്പ് ചെയ്തു എന്നെ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫാമിലിയിൽ വചനം എഴുതി പ്രാർത്ഥിക്കുന്ന ഒരു ശീലം കോവിഡ് ടൈം തൊട്ട് നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജ്ഞാനം 16:12 പിന്നെ അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങേ കരബലം പ്രകടമാക്കണമേ എന്നുള്ള വചനവും എൻ്റെ ചേച്ചി എഴുതി 2 വചനങ്ങൾ കയ്യിൽ തന്നിരുന്നു. നന്നായി